ഹായ് കൂട്ടുകാരെ, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ടക്കൃഷിയെക്കുറിച്ചാണ്. മഴക്കാലത്ത് നമ്മുടെ വെണ്ടക്കൃഷിക്ക് എങ്ങനെയൊക്കെ വളം കൊടുക്കാം, അതുപോലെ തന്നെ കീടനിയന്ത്രണ മാർഗങ്ങൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മഴക്കാലത്ത് വെണ്ടക്കൃഷി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പവും തുടർച്ചയായ മഴയും കാരണം വേരുചീയൽ, ഫംഗസ് രോഗങ്ങൾ, കായ്തുരപ്പൻ എന്നിവ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ശരിയായ തടമൊരുക്കലും പരിചരണവും നൽകിയാൽ മഴക്കാലത്ത് മികച്ച വിളവെടുപ്പ് നടത്താം. ഇത് കണ്ടോ, ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നുണ്ട്. ഒരു 5-6 ഗ്രോ ബാഗിലൊക്കെ ഞാനിവിടെ വെണ്ട നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോ 10 ദിവസം കൂടുമ്പോൾ സൂപ്പർ മീൽ എന്ന് പറയുന്ന ഒരു ജൈവവളം ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ കായ്കൾ ഉണ്ടാവാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ സൂപ്പർ മീൽ എന്ന് പറയുന്ന ജൈവവളം. നമ്മുടെ വെണ്ടച്ചെടിക്ക് മാത്രമല്ല, എല്ലാതരം പച്ചക്കറികൾക്കും നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മഴ പെയ്ത് മണ്ണ് ഉറഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് പതുക്കെ ഇളക്കി കൊടുക്കുക. വേരുകൾക്ക് വായുസഞ്ചാരം ലഭിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ മണ്ണിൽ തട്ടി നിൽക്കുന്നതും പഴുത്തതുമായ താഴത്തെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുക. മഴവെള്ളം തെറിച്ച് മണ്ണിലെ ഫംഗസ് ഇലകളിൽ പടരുന്നത് തടയാൻ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് സൂപ്പർ മീൽ എന്ന് പറയുന്ന ഈ ഒരു ജൈവവളമാണ്. എല്ലാ വിളകൾക്കും ഒരുപോലെ കൊടുക്കാം. ഇത് 1 കിലോൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ. 1 കിലോൻ്റെ പാക്കറ്റ് 80 രൂപക്കാണ് ഞാനിത് ഇവിടെ വാങ്ങിച്ചത്. അപ്പം ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ലെതർ മീൽ, പൊട്ടാഷ് വളമൊക്കെ അടങ്ങിയ നല്ലൊരു ജൈവവള കൂട്ടാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇത് മാത്രം മതി. ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടച്ചെടി നല്ല കരുത്തോടെ തന്നെ വളർന്നു വരികയും നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി ചെടിയുടെ വേരൊന്നും പൊട്ടിപ്പോവാതെ ചെറുതായിട്ടൊക്കെ മണ്ണ് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ മുമ്പ് നട്ട വെണ്ടച്ചെടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യമൊക്കെ വളർന്നു വരുന്നുണ്ട്. നമ്മൾ ഓരോ 10 ദിവസം കൂടുമ്പോൾ ഈ ഒരു ജൈവവളം സൂപ്പർ മീൽ 1-2 പിടി ചെടികളുടെ ചുറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ തണ്ടിനോട് ചേർന്നിട്ട് കൊടുക്കാതെ ഇതുപോലെ ദൂരെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മുടെ സാധാ പോട്ടി മിക്സ് തന്നെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരിട്ട് ചെടിയുടെ ചുവട്ടിൽ വളം ഇട്ട് കൊടുത്ത് പോരരുത്. അതിൻ്റെ മുകളിലോട്ട് ആ വളങ്ങൾ മൂടുന്ന രീതിയിലുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് ആ ചെടിയെ അവിടെ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് നിർത്തിയാൽ ചെടി നല്ല കരുത്തോടെ തന്നെ വളർന്നു വരും. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ നമ്മൾ 1/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ചിട്ടാണ് ഈ പോട്ടി മിക്സൊക്കെ നിറച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രോ ബാഗ് നിറക്കുമ്പോൾ അര ഭാഗത്തോളം പോട്ടി മിക്സ് നിറച്ചാൽ മതി. പിന്നെ നമ്മുടെ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതുപോലെ വളങ്ങളും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിൻ്റെ ഹോളൊക്കെ അടഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുറന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ വെള്ളം നിന്ന് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കീടരോഗ നിയന്ത്രണങ്ങൾ, ഫംഗസ്, വേരുചീയൽ തടയൽ. ആഴ്ചയിലൊരിക്കൽ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ വെണ്ടച്ചെടിയിൽ കാണുന്ന ഒന്നാണ് ഇലപ്പേന്, വെള്ളീച്ച, അതുപോലെ ചായ്. ഇതിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ സോപ്പ് ലായനി വൈകുന്നേരങ്ങളിൽ മഴയില്ലാത്ത സമയത്ത് തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ ആക്രമണമൊക്കെ ബാധിച്ച തണ്ടുകളോ കായ്കളോ കണ്ട ഉടൻ തന്നെ അത് വെട്ടിമാറ്റി നശിപ്പിക്കുക. പിന്നെ നമ്മുടെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതുപോലെ ഓരോ കമ്പൊക്കെ വെച്ച് ചെടി അതിലോട്ട് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ കാറ്റത്തും മഴയത്തൊന്നും അത് ഒടിഞ്ഞു വീഴില്ല. നല്ല ബലത്തോടെ തന്നെ അവിടെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക.
അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെ എനിക്കിതിൽ നിന്ന് വെണ്ടയ്ക്കയൊക്കെ വിളവെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൃഷി ചെയ്യുക. മഴക്കാലത്ത് ചെടികൾക്ക് പരമാവധി വെയിൽ ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കീടങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിചരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെണ്ടച്ചെടിയിൽ നിന്ന് വിളവൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.